ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചമുളക് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിഡിലെ നൈറ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓരോ പച്ചമുളകിലും നമുക്ക് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകിൽ 3 വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ആവി അയറ്റി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് പച്ചമുളക് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവി അയറ്റിയെടുക്കാം. അപ്പോഴേക്കും പച്ചമുളക് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് പുളി വേണം. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു ഉരുള പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്തെടുക്കണം. പിന്നെ 1 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ശർക്കരയിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ചേർത്താലും മതി. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കയറ്റിയപ്പോഴേക്കും നമ്മുടെ പച്ചമുളക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുറച്ച് ദിവസമൊക്കെ ഇത് കേടുകൂടാതെ വെക്കണമെങ്കിൽ നല്ലെണ്ണ എടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും കുറച്ച് കൂടുതൽ ദിവസമൊന്നും ഇരിക്കില്ല. എനിക്ക് പേഴ്സണലി പച്ചമുളക് കൊണ്ടുള്ള ഐറ്റംസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവന്ന് കളറ് മാറി വരുന്ന സമയത്ത് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വീതം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുതിർത്തെടുത്ത പുളിവെള്ളമല്ലേ അത് നമുക്ക് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്ത പുളിയിൽ ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വെച്ച ശർക്കരപ്പാനി കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരയിലും ചെറിയ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഈ പച്ചമുളകിൽ നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഉപ്പും പുളിയും ഒക്കെ നല്ല പോലെ പിടിച്ച് കിട്ടും കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിലൊരു പച്ചമുളകിൻ്റെ ഐറ്റം ചെയ്തല്ലോ. ആ സമയത്ത് 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ പുട്ടുകുറ്റിയിൽ ഇട്ടിട്ട് ആവി കയറ്റിയത്, അത് തിളപ്പിച്ചെടുത്താൽ തന്നെ പോരാട്ടോ. നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഈ 5 മിനിറ്റ് കൊണ്ടൊന്നും പച്ചമുളക് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടൂല. ആവി കയറ്റി എടുക്കുക തന്നെ വേണം. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മളൊരു 2-3 ദിവസം ഉണ്ടാക്കി സൂക്ഷിച്ചിട്ട് കഴിച്ചാലും മതി. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇത് നല്ല പോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തണുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പച്ചമുളക് അച്ചാറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു അച്ചാറാണ്. നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെയാണെങ്കിലും ബിരിയാണി, നെയ്ച്ചോറ് പോലെയുള്ള ചോറിൻ്റെ കൂടെയാണെങ്കിലൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്